നമ്മുടെ ജീവിതം ഇപ്പൊ എനിക്ക് പേഴ്സണലി പറഞ്ഞുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോഴാണ് നമ്മൾ പൊതുവെ ഈശോയ്ക്ക് നന്ദി പറയാറുള്ളത് അല്ലേ. പക്ഷെ എന്തുമാത്രം കാര്യങ്ങൾക്കാണ് നമുക്ക് ഈശോ തരാത്തതായിട്ട് എന്താ ഉള്ളത്? നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈശോ തന്നതാണ്. എനിക്കത് വളരെ വ്യക്തമായി ബോധ്യ ഒരു അനുഭവം ഞാൻ പങ്കുവയ്ക്കാവേ. ഞാന് എംകോമിന് പഠിച്ചത് കോഴിക്കോട് ദേവഗിരി കോളേജിലായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ക്രിസ്മസ് വെക്കേഷന് വേണ്ടി വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ കാണുന്നൊരവസ്ഥ, എൻ്റെ ജൂനിയറായിട്ട് ഡിഗ്രിക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്ന ഒരു പയ്യൻ, നല്ല മിടുക്കനാണ്, നന്നായിട്ട് സ്പോർട്സിലൊക്കെ ആക്റ്റീവായുള്ള പയ്യനാണ്, എല്ലാ കാര്യങ്ങളിലും വളരെ ആക്റ്റീവായ പയ്യനാണ്. അവന് പെട്ടെന്നൊരു വയറുവേദന വന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞങ്ങൾ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ. അപ്പോൾ അവൻ്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനും എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടിയാണ് ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് അവിടെ നിന്നത്. പാലക്കാട് മണ്ണാർക്കാട് എന്നുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. പാങ്ക്രിയാസിനെ ബാധിക്കുന്ന ഗുരുതരമായ ഒരു അസുഖം. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വയറ് മുഴുവൻ ഉണങ്ങി ഒരു വെള്ളം പോലും കൊടുക്കാൻ പറ്റാത്ത പോലെ 2 ആഴ്ച കിടത്തിയിട്ടാണ് ഈ ട്രീറ്റ്മെന്റ് വരെ ആരംഭിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ട്രീറ്റ്മെന്റ് ഇടയിൽ അവന് കിഡ്നി ഫെയിലിയറായി, അവന് ലങ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് വന്നു, ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. മെഡിക്കൽ കോളേജ് നമുക്കറിയാലോ, എപ്പോഴും ഒന്നും ഷെഡ്യൂൾ ചെയ്ത പോലെ ഒന്നും ഡയാലിസിസിന് സൗകര്യം കിട്ടാറില്ല ചിലപ്പോൾ. അപ്പോഴേക്കും മുഖമൊക്കെ ശരീരം മുഴുവൻ നീര് വന്ന് വീർക്കും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡൻ അച്ഛനും എല്ലാ ദിവസവും അവിടെ വരുവേ. കോളേജിന്റെ അടുത്താണ് ഈ മെഡിക്കൽ കോളേജ്. അപ്പൊ ഞങ്ങൾ മിക്കവാറും സമയത്തും അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നോക്കുമ്പോൾ ഈ യൂറിൻ പോകാൻ വേണ്ടി ട്യൂബ് ഇട്ടിരിക്കുകയാണ്. അപ്പൊ യൂറിൻ പാസ് ചെയ്യുന്നില്ല, കാരണം കിഡ്നി ഫെയിൽ ആയതുകൊണ്ട് യൂറിൻ പോകുന്നില്ല, ഡയാലിസിസ് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പൊ ഞങ്ങൾ എല്ലാ ദിവസവും വന്ന് നോക്കുക, ഈ ട്യൂബിൽ അല്പമെങ്കിലും യൂറിൻ വന്നിട്ടുണ്ടോ. പ്രത്യേകിച്ച് അച്ഛൻ വരുമ്പോൾ നോക്കും, ഒരു 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 കുറച്ച് നീളത്തിൽ, ഒരു കൈവലിന് അത്ര നീളത്തിൽ യൂറിൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നറിയാം. ഞാനപ്പോൾ അവൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതകരം എന്ന് പറഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ട്. പിന്നെ ICUവിൽ നിന്ന് അവൻ്റെ ഓഡിയോ ഒക്കെ ഡോക്ടേഴ്സ് അങ്ങനത്തെ കാസറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. ഭയങ്കര മിറാക്കിൾസ് ആയിട്ടുള്ള റിക്കവറി എന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത്. പക്ഷെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്നറിയാമോ, അതായത് നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് ഒരു എഫേർട്ടും എടുക്കാണ്ട്, ചിന്തിക്കുക പോലും ചെയ്യാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൂത്രം ഒഴിക്കാം എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പൊ നോക്കിയേ, ഈശോയുടെ കരം ഒരു നിമിഷം മതി നമുക്ക് ശരിക്കും. ആ മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും ഈശോയുടെ അനുഗ്രഹം വേണം. അതിന് പോലും ഈശോയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്ന് ഭയങ്കര എനിക്കൊരു തിരിച്ചറിവായിരുന്നു. അപ്പൊ എന്തുമാത്രം കാര്യങ്ങളിലാണ് നമുക്ക് ഈശോയോട് നന്ദി പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കണം. നമ്മൾ നന്ദിയുടേതായ ഒരു ജീവിതം നമ്മൾ നയിക്കണം. എഫേസ്യസ്